ആരാ? ഹലോ. അല്ല, ഞാൻ അങ്ങോട്ട് വരാം. ഇറങ്ങണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അവിടെയല്ലായിരുന്നോ ജെനിഫറിൻ്റെ ഡെഡ് ബോഡി കിടന്നിരുന്നത്? സാർ, താങ്കളാരാ? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവോ? ആരായിച്ചതാ? ലെറ്റ്സ് കീപ് ദാറ്റ് എ സീക്രറ്റ്, ഓക്കേ? ജെനിഫറിൻ്റെ അമ്മയല്ലേ താങ്കൾ? ഞാൻ ജെനിഫറിൻ്റെ അങ്കിളാ. സൈക്കാട്രിസ്റ്റ് അല്ലേ? അതെ. ജെനിഫർ ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാറുണ്ടെന്നല്ലേ പറഞ്ഞേ? അല്ലേ അമ്മ? ഒന്നും തോന്നില്ലെങ്കിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ജെനിഫർ മരിക്കുന്ന ദിവസം താങ്കൾ എവിടെയാണ്? അന്ന് ഞാൻ ഗ്രീൻ ഹിൽ ഹോട്ടലിലായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ. നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. ഞാൻ പോവാ, പക്ഷേ നമ്മൾ ഇനിയും കാണേണ്ടി വരും. നീയാ കൊന്നതെന്ന് എനിക്കറിയാം. നീ എന്തിനാ കൊന്നേ? ഞാൻ പോലീസിനോട് പറയും. വാ, കേറിയിരിക്കാം. ഒരു ചായ എടുക്കട്ടെ? നിന്റെ ചായക്ക് സൽക്കാരത്തിനും വന്നതല്ല ഞാൻ. അയ്യോ, ഒരു ചായപ്പൊടി പുതിയത് മേടിച്ചിരിപ്പുണ്ട്, നാടനാ. നോക്കാം. മിനിറ്റ്, ചായ കൊണ്ടുവരാം. എന്തിനാ നീ കൊന്നേ? ഞാനാ കൊന്നതെന്ന് ആർക്കും ഉറപ്പൊന്നുമില്ലല്ലോ. ഞാനല്ലല്ലോ കൊന്നത്. അവള് മരിക്കുന്ന ദിവസം നിന്നെ കാണാനാന്നും പറഞ്ഞാണ് അവനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിലേ ചായ കൂടി ചൂട് പോവും. ഞാൻ പോലീസിനോട് പറയും. പോലീസിനോട് പറഞ്ഞോ? പക്ഷേ എപ്പോൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നീ എന്താ ചെയ്യുന്നേ? ഹലോ. ആ, സാറോ? എന്താ സാറേ രാത്രിയിൽ? സുഖമാണോ? അതോട് കയറിയോട്ടെ. വരൂ സാർ, വരൂ. ആരെങ്കിലും വന്നായിരുന്നോ? അതിനാ സാറേ അങ്ങനെ ചോദിച്ചേ? ആരും ഇല്ലായിരുന്നു. ചുമ്മാ ചോദിച്ചതാ. സൈക്കാട്രിസ്റ്റ് ആണല്ലേ പറഞ്ഞേ? അതെ അതെ സാർ. എന്തായിരുന്നു? ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? പറ്റൂലോ, ഇരിക്കാം. ആ കൂട് കാണാൻ കൊള്ളാമല്ലോ. അതെന്തും പിടിച്ചപ്പോൾ കിട്ടിയതാ? അത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന്, നമ്മുടെ പേട്ടയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് കല്ലമ്പുറമ്പിൽ നിന്ന് മേടിച്ചതാ.
കുറച്ച് സഹിക്കണം. എന്താ സാർ? എന്താണെന്നറിയത്തില്ല, കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഉറക്കം അങ്ങ് ശരിയാവുന്നില്ല. അത് ഞാനെങ്ങനെ സഹായിക്കണം സാർ? സാറല്ലേ സൈക്കാട്രിസ്റ്റ്? യെസ് സാർ. സാർ, ജോലിയുടെ സ്ട്രെസ് ആയിരിക്കും മെയിൻ. ഞാൻ എപ്പോൾ കിടക്കാൻ നോക്കിയാലും, ഞാൻ പണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തൊരു കേസുണ്ടായിരുന്നു, അതിൻ്റെ ഫ്ലാഷസ് മൈൻഡിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് മാറാൻ സാധ്യതയുണ്ട് സാർ. അത് ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ മകൻ ആ സ്ത്രീയുടെ തലയിൽ കൂടെ ഒരു കൂട് ഇട്ടിങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. എന്നിട്ട് അവിടെ തന്നെ കൊല്ലിച്ചു മൂടും, എവിഡൻസും കളയും. പത്താരിക്ക് സാർ, അതങ്ങനെ ഓർത്തോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, എന്നിട്ട് അവനെ കൊന്നെന്ന് ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് എനിക്ക് വഴിയിൽ നിന്നൊരു കത്ത് കിട്ടി. ഞാനത് അവൻ്റെ മുഖത്തെടുത്ത് 2 വീശി. ചോര തെറിക്കുന്ന എനിക്ക് കാണാമായിരുന്നു, പക്ഷെ എന്നിട്ട് ഞാൻ നിർത്തിയില്ല. ഞാൻ അവനെ ഇടിച്ചിടിച്ചിടിച്ച് അവൻ്റെ 2 പല്ലൊക്കെ താഴെ പോയി. അങ്ങനെ ആൾ പോയി. പക്ഷെ ഇതിൻ്റെ ഈ ഫ്ലാഷസ് ഇതിങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കുറേ നാളുമ്പോഴുള്ള കാര്യമാണ്. എന്നാലും എന്തെങ്കിലും മരുന്ന് കിട്ടുമോ? ഞാൻ നോക്കാം സാർ, ഞാൻ നോക്കിയിട്ട് വരാം. സാർ, ഇത് രാത്രി ഫുഡ് കഴിച്ചിട്ട് ദിവസം കഴിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ല സാർ. കാണാം. എനിക്ക് ജെനിഫറിനെ കുറിച്ച് കാര്യം പറയണമെന്നുണ്ട്. എന്താ സാർ? അത് ജെനിഫർ ഇടയ്ക്ക് ഇവിടെ ഒന്ന് താമസിക്കണമെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ജെനിഫർ താമസിക്കുന്ന മുറി ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അതെന്താ സാർ? അത് ജെനിഫറിൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു ജെനിഫറിന് ഡയറി എഴുതുന്ന ശീലമുണ്ടെന്ന്. പക്ഷെ അവരുടെ വീട് സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. അപ്പം എങ്ങനെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. സാർ, നിങ്ങളിവിടെ ഓൾറെഡി നോക്കിയതല്ലേ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. നോക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. അല്ല, പ്രശ്നമൊന്നുമില്ല, തപ്പിക്കോ. ഓക്കെ. സാർ, ഇതാണ് റൂം. സാർ, ഇത് നിങ്ങളുടെ ആൾക്കാരെന്നെ തപ്പിയിട്ട് പോയതാണ്, ഞാൻ തൊട്ടിട്ട് പോയില്ല. അയ്യോ സാർ, നിങ്ങൾ തൊട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല സാറേ. മുഴുവൻ പൊടിയാണല്ലോ സാറേ. സാർ പറഞ്ഞില്ലേ, ആരും കയറാറില്ല. ഞാൻ ഈ അലമാരയുടെ അടി നോക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, നോക്കിക്കോ സാറേ, അവിടെ ഒന്നും ഇല്ല. എന്താണെന്നറിയത്തില്ല, എൻ്റെ കോവർക്കേഴ്സ് തപ്പിയാലും എനിക്ക് അവിടെ ഒന്നുകൂടെ തപ്പാൻ തോന്നും. ഒരു സാറ്റിസ്ഫാക്ഷൻ. പറഞ്ഞില്ലേ ഇവിടെ കാണുമെന്ന്. കുഴപ്പമില്ല, എൻ്റെ ഇരുന്നോളൂ. എന്തുണ്ട് സാറേ അതിൻ്റെ അത്? ക്രിമിനൽ ആരാന്ന് ഇത് നോക്കി എനിക്ക് മനസ്സിലാവും. പോട്ടെ സാറേ, ആ ബുക്ക് എനിക്ക് കാണും. എന്താ സാർ? സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ. ബുക്ക് വന്നില്ല, ഞാൻ അടിക്കും. പിടിച്ചോ.
എനിക്ക് അപ്പോഴേ തോന്നിയതാവല്ലോ ട്രിക്കുമായിരിക്കുന്നു. ചാൻസ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറയുവാണോ എന്തിനെ കൊന്നേ? എന്തായാലും തന്നെ ഞാൻ കൊല്ലും. എനിക്ക് വേറൊരു സ്ത്രീയായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ജെന്നിഫർ അത് കണ്ടുപിടിച്ചു, എൻ്റെ വൈഫിനോട് പറയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കൊല്ലേണ്ടി വന്നു. ബട്ട് മർഡർ ഇസ് സ്റ്റിൽ എ മർഡർ. ആ സ്ത്രീയുടെ പേരെന്തായിരുന്നു? ജൂലിയ. മുഖത്തെന്തോ ഇരിക്കുന്നു. തുടയ്ക്കാൻ ടവല് വേണോ? ഗ്രേറ്റ്. പക്ഷെ താനിവിടെ നിന്ന് ചെയ്യാനോടെ പോകത്തില്ല. സാറിപ്പോൾ പറഞ്ഞതെല്ലാം എൻ്റെ സ്പെക്ടക്കിൾസിലെ ക്യാമറ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുമല്ല, ഈ വീടിന് ചുറ്റും ഇപ്പം തന്നെ ഓഫീസേഴ്സ് വളഞ്ഞിട്ടുണ്ട്. എന്നെ സാറിന് കൊല്ലാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നെ സാർ കൊല്ലുമ്പോൾ ആ ഓഫീസേഴ്സ് എല്ലാം കൂടെ സാറിനെ കൊല്ലും. അപ്പോൾ 2 ഡെഡ് ബോഡീസ്. പക്ഷെ എൻ്റെ ഫാമിലിക്ക് കോമ്പൻസേഷൻ കിട്ടും, സാറിൻ്റെ ഫാമിലിക്ക് അതും കിട്ടില്ല. എനിക്ക് എന്തുകൊണ്ടും ലാഭമാണ്. എന്നെ കൊന്നോളൂ. ഗുഡ് വർക്ക്. നിങ്ങളുടെ സൈക്കാട്രിസ്റ്റ് അദ്ദേഹമാണ് നിങ്ങളുടെ മോളെ കൊന്നതെന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. ഈ പറയുന്നതൊക്കെ ഉള്ളതാണോ? എനിക്കറിയാവുന്നതോട് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ നിയമത്തിന് മുമ്പിൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വേണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അന്ന് അവൻ ഹോട്ടലിലായിരുന്നല്ലോ. ഞാനൊന്ന് പറയട്ടെ. ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുന്നു, എന്നിട്ട് അതേ ദിവസം അതേ സമയം ഹോട്ടൽ റൂമിൽ മറ്റൊരാളെ പറഞ്ഞു വിടുന്നു, എന്നിട്ട് ഇദ്ദേഹം ഇവിടെ നിൽക്കുന്നു, മർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതെങ്ങനെയുണ്ട്? ഞാൻ എന്താ ചെയ്യണ്ടേ? താങ്ക് യു. ഹലോ ജൂലിയ, ഇപ്പൊ വരും. ഹലോ, ജെന്നിഫർ അല്ലേ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.